ഹലോ, ഹാപ്പി മദേഴ്സ് ഡേ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? മദേഴ്സ് ഡേ ആയതുകൊണ്ട് ഞാൻ ഓർത്ത് ഇന്ന് വന്നിട്ട് രണ്ട് അമ്മമാരെ പറ്റി രണ്ട് വാക്ക് പറയാമെന്ന്. രണ്ടമ്മമാരെന്ന് പറയുന്നത് ഒന്ന് എൻ്റെ ഗ്രാൻഡ് മദർ, അതായത് മമ്മിയുടെ അമ്മയും പിന്നെ മമ്മിയും. മമ്മീനെ പറ്റിയിട്ട്, എൻ്റെ സ്വന്തം മമ്മീനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ എനിക്ക് അത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കേണ്ടതായിട്ട് വരും. അത് ഈ ഒരു എപ്പിസോഡ് കൊണ്ടൊന്നും തീരുന്നതല്ല. ഒത്തിരി ഉണ്ട് പറയാം മമ്മീനെ പറ്റി. മമ്മീനെ പറ്റിയും പറയാം, എൻ്റെ അമ്മൂമ്മേനെ പറ്റിയും പറയാം. അമ്മച്ചി എന്നാണ് മമ്മിയുടെ അമ്മേനെ. ഏറ്റവും വലിയ ഭാഗ്യമാണ് എനിക്ക് ഈ അമ്മൂമ്മേനെ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു. വളരെ പാവമായിട്ടുള്ള ഒരു അമ്മച്ചി. എന്ത് പാവമെന്നറിയാവോ? ഞങ്ങൾ കുറേ കുട്ടികളുണ്ടല്ലോ. മമ്മിക്ക് രണ്ട് സഹോദരിമാരും. മമ്മി നടുക്കത്തെ, മമ്മിക്ക് മൂത്ത ചേച്ചിയും പിന്നെ ഇളയ അനിയത്തിയും. അപ്പോൾ ഇവർക്കെല്ലാവർക്കും കൂടെ കുറേ മക്കളും ഉണ്ടല്ലോ. ഞങ്ങൾ തന്നെ 2 പേര്, അവർക്ക് 2 പേർക്കും കൂടെ 6 പേരാണ്. അതായത് മൂത്ത ആൻറ്റിക്ക് 3 മക്കൾ, ഇളയ ആൻറ്റിക്ക് 3 മക്കൾ. അപ്പോൾ ഇത്രയും പേരക്കുട്ടികളുണ്ട്. ഏറ്റവും ഫണ്ണി പാട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അമ്മച്ചിയുടെ സ്നേഹവും വർത്തമാനമൊക്കെ ഞാൻ കാണുമ്പോഴത്തേക്ക്, എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഈ അമ്മച്ചിക്ക് എന്നോടാണ് ഏറ്റവും ഇഷ്ടം, ഞാനാണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പേരക്കുട്ടി എന്ന് വിചാരിക്കും. അതുപോലെ സ്നേഹത്തിലാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ബാക്കി എല്ലാ എൻ്റെ കസിൻസും വിചാരിക്കുന്നത്, എൻ്റെ ബ്രദറും വിചാരിക്കുന്നത്. കാരണം ഇതെല്ലാവരോടും ഇങ്ങനെ ഇത്രയും സ്നേഹമാണ് കാണിക്കുന്നത്. ഇപ്പം ഞാൻ ഓർക്ക് എന്നെയാണ് ഏറ്റവും ഇഷ്ടമെന്ന്. അതുപോലെ തന്നെ ആയിരിക്കും എൻ്റെ കസിൻ അനു ഉണ്ട്. അനു വിചാരിക്കുന്നത് അങ്ങനെ ആയിരിക്കും, അനുവിനെയാണ് അമ്മച്ചിക്ക് ഏറ്റവും ഇഷ്ടമെന്ന്. കാരണം എല്ലാവരോടും ഒരുപോലെയാണ് സ്നേഹം കാണിക്കുന്നത്. അത് ചിലപ്പോൾ ഈ ഗ്രാൻഡ് പേരൻസിനുള്ളൊരു കഴിവായിരിക്കുമല്ലോ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ എന്തായാലും ഒരു നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള ഒരു അമ്മച്ചിയായിരുന്നു. സ്നേഹിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ, വേറെ ഒന്നും അറിയത്തില്ല. എല്ലാവരും ഒരേപോലെ സ്നേഹിക്കുക. അപ്പോൾ ഇന്നലെ രാത്രി ശരിക്കും എനിക്ക് അമ്മച്ചീനെ ഓർത്തിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. എനിക്ക് അമ്മച്ചി മരിച്ച സമയത്ത് എനിക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു, ഞാൻ ഇവിടെ ആയിരുന്നു. അതൊരു ഭയങ്കര സങ്കടമാണ്. പക്ഷെ ഞാൻ ഇടയ്ക്ക് സ്വപ്നത്തിലൊക്കെ കാണാറുണ്ട്. എനിക്ക് ഭയങ്കര മിസ്സിങ് ആണ് അമ്മച്ചീനെ. ഭയങ്കര പാവം, ഭയങ്കര സ്നേഹമുള്ളൊരമ്മച്ചി. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് അമ്മച്ചീനെ പറ്റിയിട്ട് പറയണമെന്ന് തോന്നി. എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്ന, എല്ലാവരോടും ഒരുപോലെ ഇഷ്ടമുള്ളൊരമ്മച്ചി. ഞാൻ ഭയങ്കര ഭാഗ്യവതിയാണ് എനിക്ക് ആ അമ്മച്ചീനെ എൻ്റെ അമ്മൂമ്മയായിട്ട് കിട്ടിയതിൽ. പിന്നെ എൻ്റെ മമ്മീനെ പറ്റി പറയാനാണെങ്കിൽ, മമ്മി ഒരു സംഭവമാണ്. അതായത് ഈ മമ്മിയുടെ കല്യാണം കഴിക്കുന്നത് 23 വയസ്സിലാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മി ശരിക്കും ഒരു ഇൻഡിപെൻഡൻറ്റ് വുമണായിട്ടാണ്. പക്ഷെ അവിടെ മുതൽ മമ്മി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയതാണ്. ഇത്രയും ഫൈറ്റ് ചെയ്ത് ഇത്രയും സ്ട്രോങ് പേഴ്സണാലിറ്റി ആയിരുന്നുകൊണ്ട് മമ്മിക്ക് കുറേ ശത്രുക്കളുണ്ടായിട്ടുണ്ട്. കുടുംബത്തും പുറത്തൊക്കെ ശത്രുക്കളുണ്ടായിട്ടുണ്ട്. കാരണം ആർക്കും അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഈ ഡാർവിൻ്റെ പരിണാമം പറയുന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. ഫൈറ്റ് ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്നൊരവസ്ഥയായിരുന്നുകൊണ്ട് മമ്മി ഫൈറ്റിംഗ് ആയിരുന്നു ലൈഫ് ലോങ്ങും. അതുകൊണ്ട് മമ്മീനെ പറ്റി കൂടുതൽ ഞാൻ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. ഞാൻ ചെറിയൊരു വീഡിയോ പോലെ ചെയ്യാം. കുറേ സംഭവമുണ്ട് പറയാനായിട്ട്. മമ്മിയുടെ ഒരു പ്രൈം ടൈമിൽ മമ്മി ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരമ്മയായിരുന്നേ. സ്ട്രിക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം എൻ്റെ പപ്പായ്ക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. ഈ മക്കൾ 2 പേരെയും, എന്നെയും എൻ്റെ ബ്രദറിനെയും ഭയങ്കരമായിട്ടും സ്നേഹിക്കും. ലവ് അത് മാത്രമേ ഉള്ളൂ. വഴക്ക് പറയാൻ അറിയത്തില്ല, ശാസിക്കാൻ അറിയത്തില്ല, പക്ഷേ സ്നേഹിക്കാനറിയാം. സ്നേഹം മാത്രം പ്രകടിപ്പിക്കാൻ അറിയാം. അപ്പോൾ ഈ മമ്മിയാണ് ഈ ബാക്കിയുള്ള റോൾസ് മൊത്തം ചെയ്യുന്നത്. സ്നേഹം, ശാസന, കറക്റ്റ് ചെയ്യുന്നത്, നല്ല വഴിക്ക് നടക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് വെച്ചാൽ ഫുൾ സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഒരു മമ്മി, എനിക്ക് ഇത്രയും പ്രായമായി എന്നിട്ട് പോലും മമ്മിയുടെ റിയൽ സ്വഭാവം കാണിച്ചു തുടങ്ങിയിട്ടൊരു 6 വർഷമൊന്നും ആയില്ല, ഒരു 4 വർഷമൊക്കെ ആയിട്ടുള്ളൂ. അതിന് മുമ്പ് വരെ മമ്മി ഇങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ഒരമ്മയായിരുന്നു. മമ്മി പറയുന്നത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഭയങ്കര സ്ട്രിക്റ്റായിട്ടാണ് വളർത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ മമ്മി ഇതിപ്പം എല്ലാം മാറി. മമ്മിക്കിപ്പോൾ മനസ്സിലായി മക്കളെല്ലാം ഇൻഡിപെൻഡൻ്റ് ആയി. ഇനി അവർക്ക് മമ്മിയുടെ ഒരാവശ്യമില്ലെന്ന് അറിഞ്ഞപ്പോഴത്തേക്കുമാണ് മമ്മി ഇപ്പം റിലാക്സ് ആയതെന്ന് പറയാം. ഇപ്പം മമ്മിയുടെ സ്വന്തം ജീവിതം, ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒത്തിരി ഹാപ്പിയാണ് അതിൽ. അങ്ങനെ വേണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹവും.
അതൊക്കെയാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പം ഹാപ്പി മദേഴ്സ് ഡേ ഫോർ ഓൾ മദേഴ്സ്. ആൻഡ് എൻ്റെ മമ്മിക്ക് ഞാൻ ഇതുവരെ അങ്ങനെ ഒരു മദേഴ്സ് ഡേ ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ എൻ്റെ മമ്മിക്ക് വേണ്ടിയിട്ടുള്ളൊരു ഗിഫ്റ്റായിരിക്കും. ഹാപ്പി മദേഴ്സ് ഡേ മമ്മി, ഐ ലവ് യു.